ഏതവന്റെ സർക്കാരായാലും മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ കൈവച്ചാൽ കളി മാറുമെന്ന് കേരളം കട്ടായം കടുപ്പിച്ചതോടെ കലി പൊട്ടി വിജയ് സർക്കാർ കേരളത്തിനിട്ട് പണിയുന്നു. അരിക്കും പച്ചക്കറിക്കും തുടങ്ങി പലതിനും തമിഴ്നാടിനെ ആശ്രയിക്കുന്നവരാണ് കേരളം. നമ്മുടെ മർമ്മത്തടിക്കുന്ന പണിയാണ് വിജയ് ഇപ്പോൾ പ്രയോഗിക്കുന്നത്. ക്വാറി ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് തമിഴ്നാട് സർക്കാർ അടിയന്തരമായി വിലക്ക് ഏർപ്പെടുത്തിയതോടെ സംസ്ഥാനത്ത് പാറ ഉൽപ്പന്നങ്ങൾക്ക് അതിരൂക്ഷമായ ക്ഷാമവും വൻ വിലക്കയറ്റവും. കേരളത്തെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി തമിഴ്നാട് പയറ്റുന്ന അടവാണിതെന്ന് ആരോപണം ശക്തമാകുന്നു. വെള്ളത്തിന്റെ പേരിൽ അടിക്ക് വഴിവെച്ചിരിക്കുകയാണ് തമിഴ്നാടിന്റെ ഇത്തരം നടപടികൾ. അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയാക്കുമെന്ന കടുംപിടുത്തത്തിലാണ് തമിഴ്നാട് സർക്കാർ നിൽക്കുന്നത്. കേരളത്തിന്റെ തലയ്ക്ക് മുകളിൽ ജലബോംബാണ് മുല്ലപ്പെരിയാർ. വെള്ളത്തിനു വേണ്ടി അണക്കെട്ടിൽ തന്നിഷ്ടം കാണിക്കാനാണ് തമിഴ്നാട് ഇപ്പോൾ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. ബലക്ഷയമുള്ള ഡാമിൽ ജലനിരപ്പ് ഉയർത്തുന്നത് അപകടമാണെന്ന് കേരളം ആവർത്തിച്ചു വ്യക്തമാക്കുന്നു. എന്നാൽ ഇതിനെ നിസാരവൽക്കരിച്ച് അണക്കെട്ടിൽ ഞങ്ങൾക്ക് സൗകര്യമുള്ളത് ചെയ്യുമെന്ന തമിഴ്നാടിന്റെ പണി 8 മടക്കി പോക്കറ്റിലിട്ടോളണം. 4 ജില്ലകളുടെ നാശത്തിന് വഴിവെക്കുന്ന കേരളത്തിന്റെ ഭീതിയായി നെഞ്ചിടിപ്പായി നിൽക്കുന്ന മുല്ലപ്പെരിയാർ വെച്ച് ധാർഷ്ട്യവും രാഷ്ട്രീയവും കളിക്കരുത് തമിഴ്നാട്. എത്രയോ പതിറ്റാണ്ടുകളായി കേരളത്തിന്റെ നെഞ്ചിലെ തീ തന്നെയാണ് മുല്ലപ്പെരിയാർ. ഓരോ മഴക്കാലത്തും മലയാളി ഭയപ്പാടോടെയാണ് കഴിഞ്ഞുകൂടുന്നത്. ഏറ്റവും മാന്യമായ രീതിയിലാണ് കേരളം ഈ വിഷയത്തിൽ തമിഴ്നാടിനോട് എല്ലാ കാലത്തും ഇടപെട്ടിരിക്കുന്നത്. തമിഴ്നാടിന് ആവശ്യത്തിലധികം വെള്ളം നൽകാമെന്നും എന്നാൽ ഡാമിന്റെ ബലക്ഷയം അത് കൃത്യമായി പഠിച്ച് പുതിയ ഡാമിന്റെ കാര്യങ്ങളിലേക്ക് കടക്കണം, പുതിയ ഡാം വേണം എന്നുള്ള ആവശ്യമാണ് കേരളം ഉയർത്തുന്നത്. അത് നമ്മുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. ജലം നൽകാമെന്ന് പറഞ്ഞിട്ടുകൂടി തമിഴ്നാട് ധാർഷ്ട്യം കാണിക്കുകയാണ്. ജലനിരപ്പ് ഉയർത്തുന്നതിന് തടസ്സം നിന്നാൽ കേരളത്തിന്റെ കഞ്ഞികുടി മുട്ടിക്കും എന്ന നെറികേട് തമിഴ്നാട് കാണിക്കുന്നു. ക്വാറി ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് തമിഴ്നാട് സർക്കാർ വിലക്ക് ഏർപ്പെടുത്തുമ്പോൾ കേരളം ചുറ്റിപ്പോകുന്ന സാഹചര്യമാണ്. നിർമ്മാണ സാമഗ്രികളുടെ കാര്യത്തിൽ കടുത്ത നിലപാടെടുത്തത് കേരളത്തിലെ വികസന പദ്ധതികളെയും ചെറുകിട നിർമ്മാണങ്ങളെയും ഒരുപോലെ പിടിച്ചുലയ്ക്കുകയാണ്. വിലക്കയറ്റത്തിന്റെ പ്രഹരം ആദ്യം ഏറ്റുവാങ്ങിയത് കൊല്ലം ജില്ലയാണ്. ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് ഇവിടെ വീണ്ടും വില കൂട്ടി. ഒരു ഘനയടി എംസാൻഡ്, മെറ്റൽ, കരിങ്കല്ല് എന്നിവയ്ക്കെല്ലാം 2 രൂപ വീതമാണ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത്. തമിഴ്നാടിന്റെ 3 മാസത്തെ കയറ്റുമതി വിലക്ക് പ്രാബല്യത്തിൽ വന്നതോടെയാണ് വിപണിയിൽ തക്കം പാർത്തുള്ള ഈ വിലക്കയറ്റം. കൊല്ലത്ത് മാത്രം ഒരു ഘനയടി മെറ്റലിനും എംസാൻഡിനും ജൂലൈ മാസത്തിൽ 3 തവണയായി 9 രൂപയുടെ വർധന വരുത്തിയിരുന്നു. അതിനു പിന്നാലെയാണ് വ്യാഴാഴ്ച 2 രൂപ കൂടി വർദ്ധിപ്പിച്ചത്. ഇതോടെ വെറും 1.5 മാസത്തിനിടെ 200 ഘനയടിയുടെ ഒരു ലോഡ് ക്വാറി ഉൽപ്പന്നത്തിന് 2200 രൂപയുടെ അധിക ഭാരമാണ് ഉപഭോക്താക്കൾക്ക് ചുമക്കേണ്ടി വന്നിരിക്കുന്നത്. ഈ അപ്രതീക്ഷിത തിരിച്ചടി സംസ്ഥാനത്തെ വൻകിട വികസന പദ്ധതികളുടെ വേഗത കുറയ്ക്കുമെന്ന് ഉറപ്പായി. ദേശീയപാത 66 നവീകരണം, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ വികസനം, പ്രമുഖ റെയിൽവേ സ്റ്റേഷനുകളുടെ പുനരുദ്ധാരണം, തിരുവനന്തപുരം കന്യാകുമാരി, എറണാകുളം അമ്പലപ്പുഴ റെയിൽപാത ഇരട്ടിപ്പിക്കൽ തുടങ്ങി സ്വപ്ന പദ്ധതികളെല്ലാം കടുത്ത പ്രതിസന്ധി നിഴലിലാണ്. തമിഴ്നാട്ടിലെ അതിർത്തി ജില്ലകളായ തിരുനെൽവേലി, തെങ്കാശി, കന്യാകുമാരി എന്നിവിടങ്ങളിലെ ക്വാറികളെയാണ് ദേശീയപാത നിർമ്മാണത്തിനടക്കം കേരളം പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത്. അവിടെ നിന്നുള്ള കരിങ്കല്ലിന്റെയും മെറ്റലിന്റെയും വരവ് പൂർണ്ണമായി നിലച്ചതോടെ കരാറുകാർ എന്ത് ചെയ്യണമെന്നറിയാതെ കൈമലർത്തുകയാണ്. നാടിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്തിന്റെ അടുത്ത ഘട്ട വികസനം ഇതോടെ താളം തെറ്റുന്ന അവസ്ഥയിലാണ്. പുലിമുട്ട് നിർമ്മാണത്തിന് മാത്രം 50 ലക്ഷം ടൺ പാറ ആവശ്യമാണ്. എന്നാൽ ഇതിനോടകം 15 ലക്ഷം ടൺ മാത്രമേ എത്തിക്കാനായിട്ടുള്ളൂ. ബാക്കി തമിഴ്നാട്ടിൽ നിന്ന് എത്തിക്കാമെന്ന പ്രതീക്ഷയ്ക്കാണ് ഇപ്പോൾ അടിയന്തര വിലക്കിലൂടെ തിരിച്ചടിയേറ്റിരിക്കുന്നത്. കേരളത്തിലെ നിലവിലെ ക്വാറി പ്രതിസന്ധിയാണ് സ്ഥിതിഗതികൾ ഇത്രത്തോളം വഷളാക്കിയത്. സംസ്ഥാനത്ത് നിലവിൽ 500-ൽ താഴെ ക്വാറികൾ മാത്രമാണ് നിയമപരമായി പ്രവർത്തിക്കുന്നത്. ഇവയിലെ ഉൽപാദനം കൊണ്ട് കേരളത്തിലെ മൊത്തം ആവശ്യത്തിന്റെ പകുതി പോലും നികത്താൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. തങ്ങളുടെ ആഭ്യന്തര വികസന ആവശ്യങ്ങൾക്ക് ക്ഷാമം നേരിടുന്നുണ്ടെന്നും അതിർത്തി കടന്നു പോകുന്ന അമിത ഭാരം കയറ്റിയ ലോറികൾ കാരണം റോഡുകൾ തകരുന്നുണ്ടെന്നുമാണ് കയറ്റുമതി വിലക്കിന് ന്യായീകരണമായി തമിഴ്നാട് ചൂണ്ടിക്കാണിക്കുന്നത്. സ്വന്തം ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന തമിഴ്നാട് നയം പക്ഷേ കേരളത്തിന്റെ നിർമ്മാണ മേഖലയുടെ നട്ടെല്ലൊടിക്കുകയാണ്. ഇതുവരെയും ഇത്തരത്തിലുള്ള മുട്ടാപ്പോക്ക് ന്യായങ്ങളൊന്നും തമിഴ്നാട് പറഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വിജയ് സർക്കാർ അധികാരത്തിൽ വന്നതോടെ പ്രത്യേകിച്ച് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ഒരു വിള്ളൽ ഉണ്ടായതോടെയാണ്
തമിഴ്നാട് സർക്കാർ ഇത്തരത്തിലുള്ള കടുംപിടുത്തങ്ങൾ പുറത്തെടുക്കുന്നത്? അത് കേരളത്തിനിട്ട് പണിയാനുള്ള നീക്കമാണെന്ന് തന്നെ വലിയ ആരോപണമാണ് ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. വൻകിട പദ്ധതികളെ മാത്രമല്ല, സ്വന്തമായി ഒരു കൊച്ചു വീടെന്ന സ്വപ്നവുമായി ഇറങ്ങിത്തിരിച്ച സാധാരണക്കാരെയും ഇത് കണ്ണീരിലാഴ്ത്തുന്നു. വീട് നിർമ്മാണം, പ്രാദേശിക റോഡുകൾ, പാലങ്ങൾ എന്നിവയുടെ നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ള ചെറുകിട കരാറുകാർക്ക് കരിങ്കല്ല് ഉൽപ്പന്നങ്ങളുടെ ക്ഷാമവും ഉയർന്ന വിലയും താങ്ങാനാകുന്നില്ല. പലയിടത്തും പണികൾ പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണ്. വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടിയന്തര നയതന്ത്ര ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെങ്കിൽ കേരളത്തിലെ നിർമ്മാണ മേഖല പൂർണ്ണമായും സ്തംഭിക്കുമെന്ന് കരാറുകാരും വ്യാപാരികളും മുന്നറിയിപ്പ് നൽകുന്നു. തമിഴ്നാട് സർക്കാരുമായി ചർച്ച നടത്തി തടസ്സങ്ങൾ നീക്കിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് നിർമ്മാണ സാമഗ്രികൾക്ക് വൻ തീവില നൽകേണ്ടി വരും. ഇത് താങ്ങാൻ കരാറുകാർക്കും മറ്റുള്ളവർക്കും കഴിയാത്തൊരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. വിജയുടെ സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ? എല്ലാവരെയും രക്ഷിക്കുന്ന സിനിമകളൊക്കെയാണ്. വീട് രക്ഷിക്കുന്നു, നാട് രക്ഷിക്കുന്നു, രാജ്യം രക്ഷിക്കുന്നു, അങ്ങനെ എല്ലാവരെയും രക്ഷിക്കുന്ന എത്രയോ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഹീറോയിസം ഒക്കെ സിനിമയിൽ മാത്രമാണ്. പക്ഷേ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിയപ്പോൾ ജോസഫ് വിജയുടെ നിലപാടുകളിലും നടപടികളിലുമൊക്കെ മാറ്റം വരുന്നു. പ്രത്യേകിച്ച് ഒരു മാനുഷിക പരിഗണന പോലും നൽകാതെയുള്ള ചില കടുംപിടുത്തങ്ങൾ വിജയിൽ നിന്നുണ്ടാകുന്നുണ്ട്. മുല്ലപ്പെരിയാർ എന്ന വിഷയം അത് കേരളത്തിന്റെ എക്കാലത്തെയും പ്രഥമ വിഷയം തന്നെയാണ്. നിങ്ങൾ മുല്ലപ്പെരിയാറിൽ കടുംപിടുത്തം പിടിക്കുമ്പോൾ ഇത് ഞങ്ങളുടെ നിലനിൽപ്പിന്റെ ആവശ്യമായതുകൊണ്ട് ഞങ്ങളും കടുംപിടുത്തം പിടിക്കേണ്ടി വരും. അപ്പോൾ കേരളത്തിനിട്ട് പണിയാം, ഞങ്ങൾ അരി കൊടുക്കില്ല, പച്ചക്കറി കൊടുക്കില്ല, മറ്റ് സാമഗ്രികൾ ഒന്നും തന്നെ കൊടുക്കില്ല എന്നുള്ള നിലപാടെടുക്കുമ്പോൾ അത് ഒരു സംസ്ഥാനം, പ്രത്യേകിച്ച് അയൽ സംസ്ഥാനങ്ങളാണ്, മറ്റൊരു സംസ്ഥാനത്തോട് ചെയ്യുന്ന കൊടും ക്രൂരതയായി മാറിപ്പോകുമത്. മുല്ലപ്പെരിയാറിൽ നിന്നും കാവേരിയിൽ നിന്നും വെള്ളം തടസ്സമില്ലാതെ ഒഴുകിയെത്തണമെന്ന വാശി പിടിക്കുകയാണ് തമിഴ്നാട്. വിജയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരളത്തിന്റെ നീക്കത്തെ ശക്തമായി എതിർക്കുകയാണ്. തമിഴ്നാടിന്റെ താൽപര്യങ്ങളും അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ട് നിലവിലുള്ള അണക്കെട്ട് ബലപ്പെടുത്തണമെന്ന മുൻ സർക്കാരുകളുടെ അതേ പരമ്പരാഗത നിലപാട് തന്നെയാണ് വിജയ് സർക്കാരും സ്വീകരിച്ചിരിക്കുന്നത്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കേരളത്തെ ഒരു സാഹചര്യത്തിലും അനുവദിക്കില്ല എന്ന് വിജയ് സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അണക്കെട്ടിലെ ജലനിരപ്പ് ഘട്ടം ഘട്ടമായി ഉയർത്താൻ തമിഴ്നാട് ശ്രമിക്കുമെന്ന് ആദ്യ ബജറ്റിലൂടെ തന്നെ വിജയ് തന്റെ നിലപാട് പ്രഖ്യാപിച്ചതുമാണ്. ബേബി ഡാം ബലപ്പെടുത്തൽ, പ്രധാന അണക്കെട്ടിലെ ഗ്രൗട്ടിംഗ് ജോലികൾ എന്നിവ വേഗത്തിൽ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. അണക്കെട്ട് ബലപ്പെടുത്തുന്നതിനായുള്ള സാമഗ്രികൾ എത്തിക്കുന്നതിലും മരമുറി അനുമതിയിലും കേരളം തടസ്സം നിൽക്കുന്നുവെന്നാരോപിച്ച് വിജയ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ചർച്ചകൾക്കുള്ള സാധ്യത തമിഴ്നാടിന്റെ ഈ കർശന നിലപാടിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും മുല്ലപ്പെരിയാർ സമരസമിതിയും ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അതിന് തടസ്സം നിൽക്കുകയാണ്.